ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ്, കണ്ടസ്റ്റന്റ് ചെയർ, ജഡ്ജസ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനസ് ഇബ്നു സയ്യിദ് മാസ്റ്ററുടെ പ്രിപ്പയർഡ് സ്പീച്ചിനെ വിലയിരുത്തി സംസാരിക്കുക എന്ന ദൗത്യവുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഞാൻ സഫിയ സുബൈർ. പരിശുദ്ധ ഖുർആനിലെ 34-ാം അധ്യായം സൂറത്ത് സബ, അതിലെ 10-ാം ആയത്തിനെ തദബ്ബുർ ചെയ്തുകൊണ്ടായിരുന്നു മാസ്റ്റർ നമ്മോട് സംസാരിച്ചത്. വളരെ മനോഹരമായിക്കൊണ്ട് തന്നെ ആ ആയത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മാസ്റ്റർ തന്റെ സ്പീച്ചിനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചും പർവ്വതങ്ങളും പക്ഷികളും അദ്ദേഹത്തോടൊപ്പം പ്രകീർത്തിക്കുവാൻ കീഴ്പ്പെടുത്തി കൊടുത്തതിനെ കുറിച്ചും ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തതിനെ കുറിച്ചുമാണ് ഈ ആയത്തിൽ കൃത്യമായി പ്രതിപാദിക്കുന്നത് എന്ന് തന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാൻ സ്പീക്കർക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ ആ ആയത്തിനെ അദ്ദേഹം തദബ്ബുർ ചെയ്ത് സംസാരിക്കുകയുണ്ടായി. ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമാണ് സബൂർ എന്നും അത് മലമുകളിൽ നിന്ന് അദ്ദേഹം വളരെ മനോഹരമായി പാരായണം ചെയ്തതായിട്ടും അദ്ദേഹം തന്റെ സ്പീച്ചിലൂടെ ഉണർത്തുകയുണ്ടായി. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാവൂദ് നബിയുടെ ശബ്ദ മാധുര്യം ലഭിച്ചിട്ടുണ്ട് എന്ന് പരാമർശിക്കുന്ന ഒരു ഹദീസ് കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാൻ മാസ്റ്റർക്ക് സാധിച്ചു. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാം രാജപദവിയിൽ ഇരിക്കുമ്പോൾ പോലും സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് ഭക്ഷണമാണ് കഴിച്ചിരുന്നത് എന്നത് ആ ഒരു മഹത്തായ കാര്യം കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് ഉത്ബോധിപ്പിച്ച് സംസാരിക്കുവാൻ മാസ്റ്റർക്ക് സാധിച്ചു എന്നത് വളരെ പ്രശംസനീയം തന്നെയാണ്. വളരെ ശ്രുതിമധുരമായ ശബ്ദമാധുര്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ആയത്തിന്റെ പാരായണത്തോടു കൂടിയായിരുന്നു മാസ്റ്റർ തന്റെ സ്പീച്ചിന് തുടക്കം കുറിച്ചിരുന്നത്. അതുപോലെ തന്നെ ശാന്തമായ അവതരണ ശൈലി അദ്ദേഹത്തിന്റെ സ്പീച്ചിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. എന്താണെങ്കിലും മറ്റു ഒരു ആയത്തിന്റെ പിൻബലത്തോടു കൂടി ഈ ഒരു പ്രിപ്പയർഡ് സ്പീച്ചിന്റെ അർത്ഥം ആശയങ്ങളും കൃത്യമായ ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാൻ സ്പീക്കർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു സ്പീച്ചിന്റെ മനോഹാരിത നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദൃശ്യാനുഭവവും ശബ്ദ മാധുര്യത്തേക്ക് സ്വാധീനിക്കുന്ന തരത്തിൽ താങ്കളുടെ സ്പീച്ചിൽ ഉടനീളം ആ സ്പീച്ചിനെ അലസോരപ്പെടുത്തുന്ന ശബ്ദ തരംഗങ്ങൾ കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം അപശബ്ദങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ തങ്ങളുടെ സ്പീച്ച് കൂടുതൽ അടിപൊളിയാകുമായിരുന്നു എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ തന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആയത്തിനെ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊണ്ട് താങ്കൾക്ക് അവസാനിപ്പിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതായത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക അല്ലെങ്കിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്നൊരു മെസ്സേജ്. എന്താണെങ്കിലും കൂടുതൽ നല്ല രീതിയിൽ ആയത്തുകളെ പഠിച്ചും ഗ്രഹിച്ചും മനസ്സിലാക്കിയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും പ്രാപ്തമാകുന്ന രീതിയിൽ കൂടുതൽ സ്പീച്ചുകൾ താങ്കൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നല്ലൊരു പ്രബോധകനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാഹൃദവാൻ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.